ولا تشركوا بي شيئا وبالوالدين إحسانا. അല്ലാഹുവിനെ ആരാധിക്കണേ, മാതാപിതാക്കളോട് ഉപകാരം ചെയ്യണേ. وقضى ربك ألا تعبدوا إلا إياه وبالوالدين إحسانا. വീണ്ടും അല്ലാഹു പറയുകയാണ്, അല്ലാഹു നിങ്ങളോട് കൽപ്പിക്കുകയാണ്, നിങ്ങൾക്ക് വിധി നിർണയം നടത്തുകയാണ്, തീരുമാനം പ്രഖ്യാപിക്കുകയാണ്. ആരാധനക്കർഹൻ അല്ലാഹു അല്ലാതെ മറ്റൊരു ഇലാഹില്ല. അവനെ ആരാധിച്ചതിന് ശേഷം തീർച്ചയായും നിങ്ങൾ നിങ്ങളുടെ വാപ്പയോടും ഉമ്മയോടും മാതാപിതാക്കളോട് ബഹുമാനവും കരുണയും ആദരവും ഉള്ളവരാകണേ. വീണ്ടും അല്ലാഹു ഖുർആനിൽ പല ഭാഗങ്ങളിലായി മാതാപിതാക്കൾക്ക് ഇത്ര വലിയ മഹത്വമുണ്ട് എന്ന് അറിയിക്കാനാണ് പടച്ച തമ്പുരാൻ വീണ്ടും വീണ്ടും എന്റെ വസിയത്താണ് കേട്ടോ, എന്റെ വസിയത്താണ് കേട്ടോ, എന്റെ വസിയത്താണ്. അല്ലാഹു നമ്മളോട് വസിയത്ത് ചെയ്യുകയാണ്. എന്താണ് വസിയത്ത്? മാതാപിതാക്കളോട് ഉപകാരമുള്ളവരാകണേ, മാതാപിതാക്കളോട് ഉപകാരമുള്ളവരാകണേ. എന്താണ് കാരണമെന്നറിയോ? ഹമലതു ഉമ്മുഹു വഹ്നൻ അലാ വഹ്ൻ വഫിസാലുഹു ഫി ആമൈൻ അനിഷ്കുർ ലീ വലിവാലിദൈക ഇലയ്യൽ മസീർ. നോക്ക്, മാതാപിതാക്കളോടുള്ള എത്രത്തോളം ഉത്തരവാദിത്തമാണ് അല്ലാഹു പഠിപ്പിച്ചു തരുന്നത്. വാപ്പാടെ ഉമ്മാടെ വിഷയങ്ങൾ അല്ലാഹു നമ്മളോട് പറഞ്ഞു തരുമ്പോ പെട്ടെന്ന് പടച്ച തമ്പുരാൻ തിരിയുന്നത് ഉമ്മയിലേക്കാണ്. ആ ഉമ്മയെ അല്ലേ ഇന്ന് കഴുത്തറത്ത് കൊന്നു കളയുന്നത്? ആ ഉമ്മയെ അല്ലേ ചവിട്ടി പുറത്താക്കുന്നത്? ആ ഉമ്മയെ അല്ലേ വൃദ്ധസദനത്തിൽ കൊണ്ടെത്തിക്കുന്നത്? വാപ്പായും ഉമ്മായും തമ്മിലുള്ള ബന്ധത്തിൽ അല്ലാഹു ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ചെയ്ത് പറയുന്നത് ഉമ്മ ഉമ്മ ഉമ്മ. ഉമ്മാന്റെ കാലിന്റെ അടിയിലാണ് സ്വർഗമെന്ന് റസൂലുള്ളാഹി. ഉമ്മാന്റെ കാല് പിടിക്കണേ, അവിടെയാണ് മോനെ സ്വർഗം കേട്ടോ. ആ സ്വർഗമാണ് നീ മുറിച്ച് കളഞ്ഞത്. ആ സ്വർഗം നീ മുറിച്ച് കളഞ്ഞാൽ അതിന്റെ അർത്ഥം നീ നരകത്തിലാണ് എന്നാണ് അതിന്റെ അർത്ഥം. മലപ്പുറം ജില്ലയിൽ 12 വയസ്സുകാരനായ ഒരു മകൻ മൊബൈൽ ഉമ്മ വാങ്ങി വെച്ചതിന്റെ പേരിൽ ആ ഉമ്മാന്റെ കഴുത്തറത്തതും ഈ കഴിഞ്ഞ ഡിസംബർ മാസത്തിലാണ് കേട്ടോ. സുബ്ഹാനല്ലാഹ്, ഈ മക്കളുടെ പോക്ക് എങ്ങോട്ടാണ്? ആ ഉമ്മ ആരെന്ന് ഖുർആൻ പറയുന്നത് കേക്കടാ. ആ ഉമ്മ ആരാണടാ? ആ ഉമ്മയുടെ മഹത്വം എന്തെന്ന് അല്ലാഹ് പറയുന്നത് കേൾക്കടാ. ഹമലതു ഉമ്മു വഹ്നാൻ അലാ വഹ്ൻ. വേദനയോടെ വേദന സഹിച്ചിട്ടാണ്, കഷ്ടത്തോടെ കഷ്ടം സഹിച്ചിട്ടാണ് ആ ഉമ്മ നിന്നെ ചുമന്ന് നടക്കുന്നത് കേട്ടോ. 10 മാസ കാലയളവിൽ ഉമ്മാന്റെ ഉദരഗഹ്വരത്തിൽ നീ കിടക്കുമ്പോ ആ ഉമ്മാക്ക് ഉറക്കമില്ലാത്ത രാപ്പകലുകളാണ്, വിശ്രമമില്ല. വയറ്റിൽ കൈവച്ചിട്ട് റബ്ബേ എന്റെ ഉദരത്തിൽ വളർന്നു വരുന്ന കൺമണിക്കൊരു പോറല് പോലും ഏക്കല്ലേ അല്ലാ. ആ ഉമ്മ എന്ത് ത്യാഗവും സഹിച്ചിട്ട് ആ 10 മാസം വയറ്റിൽ കിടക്കുന്ന കുട്ടിക്ക് വേണ്ടി കഷ്ടപ്പെടുകയാണ്, ഉറക്കം ഇളക്കുകയാണ്, ഭക്ഷണപാനീയങ്ങൾ കുറയ്ക്കുകയാ. വിശ്രമമില്ലാതെ ആ മകന്റെ വരവിന് വേണ്ടി, ആ കുട്ടിയുടെ വരവിന് വേണ്ടി പ്രതീക്ഷയോടെ കാത്തിരിക്കുമ്പോ അല്ലാഹുവാണ് പറയുന്നത് വവദഅതു വേദനയോടെയാണ് ഈ ഉമ്മ നിന്നെ പുറത്തേക്ക് തള്ളുന്നത് കേട്ടോ മകനെ. അത് ചെറിയ ഒരു കാര്യമല്ല. ആ സമയത്ത്
സമയത്തെ വേദന എന്ന് പറഞ്ഞാൽ അല്ലാഹു ആ വേദനയ്ക്ക് വെച്ചിരിക്കുന്ന പ്രതിഫലം എന്തെന്നറിയോ? ഒരു ഉമ്മ ഒരു കുട്ടിയെ പ്രസവിക്കുന്നതിന് വേണ്ടി എടുക്കുന്ന സമയം അത് എത്ര മിനിറ്റ് ആണെന്ന് അല്ലാഹു കണക്കിലാക്കിയിട്ട് അത്രത്തോളം സമയം വരെ അവർ വേദനിച്ചതിന്റെ പേരില് അറേബ്യൻ നാടുകളിൽ വില കൂടിയ അടിമകളെ മോചിപ്പിച്ചതിന്റെ പ്രതിഫലം അല്ലാഹു അവർക്ക് നൽകുമെന്ന് കമാ ഖാല റസൂലുള്ളാഹി. ഒരു ഉമ്മ പ്രസവിക്കുമ്പോൾ അല്ലാഹു കൊടുക്കുന്ന സവാബാണ്. വീണ്ടും 2 വർഷക്കാലത്തോളം ആ ഉമ്മ മുല കൊടുക്കുന്നതിന്റെ പ്രതിഫലം അല്ലാഹു അവൾക്ക് ചെയ്തത് എത്രത്തോളം വലുതാണെന്നറിയോ? ഓരോ തുള്ളി മുലപ്പാലിനും ഓരോ അടിമയെ മോചിപ്പിച്ചതിന്റെ പ്രതിഫലമാണ്. ഇസ്ലാമിൽ ഒരു അടിമയെ മോചിപ്പിച്ചാൽ അവളുടെ പാപങ്ങളെല്ലാം പൊരുത്തപ്പെട്ടു എന്ന് തന്നെയാണ് അതിന്റെ അർത്ഥം. പിന്നീട് ഓരോ അടിമകളെ മോചിപ്പിക്കുമ്പോ അതിൻ്റെതായ പദവികളാണ് സ്വർഗത്തിൽ ഉയർത്തപ്പെടുക. ഇവിടെ ഒരു ഉമ്മ ഒരു കുട്ടിക്ക് പാല് കൊടുക്കുന്നത് ഹൗലൈനി കാമിലൈൻ 2 വർഷം പരിപൂർണമായിട്ട് പാല് കൊടുക്കുമ്പോ ഓരോ തുള്ളിപ്പാല് ആ കുട്ടിയുടെ ഗളനാളത്തിലൂടെ ആമാശകലത്തിലെത്തുമ്പോ സുബ്ഹാനല്ലാഹ്, ഈ ഉമ്മാക്ക് ആ കുട്ടിക്ക് വീടെ പേരിൽ കിട്ടുന്ന പ്രതിഫലം ചെറുതല്ല. അങ്ങനെ പാലുകൂടി അവസാനിച്ചാൽ 2 വർഷം മുലകൂടി അവസാനിച്ചാൽ ആകാശലോകത്ത് നിന്ന് ഒരു മലക്ക് ആ ഉമ്മയെ നോക്കിയിട്ട് വിളിച്ചു പറയുമത്രേ, കഫാകി അയ്യത്തുഹൽ മർആ, എടീ പെണ്ണേ നിർത്തിക്കോ, മതിയാക്കിക്കോ, നിന്റെ പാപങ്ങൾ മുഴുവനും അല്ലാഹു പൊരുത്തപ്പെട്ടു കേട്ടോ. ഒരു മഖ്ബൂലായ മബ്റൂറായ ഹജ്ജ് ചെയ്ത് മടങ്ങി വന്നതിന്റെ പ്രതിഫലമാണ് ഒരു പെണ്ണ് പ്രസവിച്ച് 2 വർഷം കുട്ടിക്ക് മുല കൊടുത്താൽ അല്ലാഹു അവൾക്ക് നൽകുന്ന പ്രതിഫലം ഒരു മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജിന്റെ പ്രതിഫലമാ. അവളുടെ പാപങ്ങളെല്ലാം പൊരുത്തപ്പെട്ടിരിക്കുകയാ. നീ നിന്റെ ജീവിതത്തിൽ പുതുതായിട്ട് അമല് ചെയ്യാൻ തുടങ്ങിക്കോ. കഴിഞ്ഞ കാലം വരെ നിന്റെ മുഴുവൻ പാപങ്ങളും അല്ലാഹു ഡിലീറ്റ് ചെയ്തിരിക്കുകയാ. എത്ര വലിയ മഹത്വമാ! എന്നെയും നിങ്ങൾക്കും ഇരിക്കുന്ന വാപ്പാമാർക്കുമല്ല കേട്ടോ, ഈ പെണ്ണുങ്ങൾക്ക് അല്ലാഹു നൽകുന്ന മഹത്വം ഇത്ര വലുതാണെന്ന് നിങ്ങൾക്കറിയോ പൊന്നുമോനെ? ആ ഉമ്മാന്റെ നെറ്റിത്തടത്തിൽ ആരെങ്കിലും ഒന്ന് ചുംബിച്ചാൽ മൻ ഖബ്ബല ബൈന ഐനി ഉമ്മിഹി കുന്ന ലഹു സിത്റൻ വഹിജാബൻ മിനന്നാർ. വാപ്പാന്റെ നെറ്റിത്തടത്തിൽ ചുംബിച്ചാൽ സ്വർഗമെന്നല്ല റസൂലുള്ളാഹി പഠിപ്പിച്ചത്. ഈ ഉമ്മാന്റെ നെറ്റിത്തടത്തിൽ ഒന്ന് ചുംബിച്ചാൽ കുന്ന ലഹു സിത്റൻ വഹിജാബൻ മിനന്നാർ, നരകത്തിനൊരു മറയാണ്, നരകത്തിലേക്കൊരു മറയാണ് ആ ചുംബനമെന്ന് ഹബീബായ ശഫീയായ റസൂലുള്ളാഹി. എത്ര വലിയ മഹത്വമാണ് ആ ഉമ്മാക്ക് അല്ലാഹു നൽകിയത്. ചെറിയ കാര്യാണോ? അല്ലാഹുവിന്റെ റസൂലിന്റെ വളർത്തുമ്മ, നബി തങ്ങളുടെ പൊന്നുമ്മ 6ാമത്തെ വയസ്സിൽ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയില്ലേ? പിന്നീട് ഹബീബായ തങ്ങളെ ഏറ്റെടുത്തത് ആരെന്നറിയോ? ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു തആല അൻഹുവിന്റെ ഉമ്മയാണ് ഫാത്തിമത്ത് ബിൻത് അസദ് ബിൻ ഹിഷാം റളിയല്ലാഹു അൻഹാ എന്ന് പറയുന്ന അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഉമ്മയാണ്. നബിയുനാ റസൂലുള്ളാഹി തങ്ങളുടെ പോറ്റുമ്മയാണ്. ഉമ്മയാണ് നബി തങ്ങളെ വളർത്തി വലുതാക്കി കൊണ്ടുവന്നത്. ആ ഉമ്മ വഫാത്തായി കിടന്നപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നബി തങ്ങളുടെ ഉമ്മാന്റെ അരികിലേക്ക് കടന്നു വരികയാ. മയ്യത്ത് കിടക്കുമ്പോ ആ മയ്യത്തിന്റെ അരികിൽ വന്നിരുന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ നിറക്കണ്ണുകളോട് ആ മുഖത്തേക്ക് നോക്കിയിട്ട് പറയുന്നു, റഹിമകില്ലാഹു യാ ഉമ്മീ അൻതി ഉമ്മീ ബഅദ ഉമ്മീ.
എന്റെ ഉമ്മാക്ക് ശേഷം എന്നിലേക്ക് കടന്നു വന്ന എന്റെ പൊന്നുമ്മ, അല്ലാഹു നിങ്ങൾക്ക് റഹ്മത്ത് ചെയ്യട്ടെ, അല്ലാഹു നിങ്ങളോട് കരുണ ചൊരിയട്ടെ. ഉമ്മ എത്രത്തോളം വലിയ മഹത്താണ് എന്ന് മനസ്സിലാക്കാനാണ് നമ്മളെ കല്യാണം കഴിപ്പിച്ച് വീട്ടിൽ നിന്ന് പറഞ്ഞു വിടുമ്പോ ഏറ്റവും കൂടുതൽ നമ്മളെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയുന്നത് ഉമ്മയാ. ഒരു പൊന്നുമോളുടെ ന്യൂനതകളൊക്കെ മറച്ചു വെക്കുന്നത് ഉമ്മയാണ്. ഒരു പൊന്നുമോൻ ശാഠ്യം പിടിച്ചാൽ, വഴക്കുണ്ടായാൽ, ബഹളമുണ്ടായാൽ ഒരു പക്ഷേ വാപ്പ അവനെ ശകാരിച്ചേക്കാം. എന്നാൽ ഒരു ഉമ്മ അവന്റെ ശകാരത്തെയോ അവന്റെ ശാഠ്യത്തെയോ ഒന്നും വകവെക്കുകയില്ല. അവൻ എത്ര ബഹളം വെച്ചാലും വഴക്കുണ്ടാക്കിയാലും ചൊടിച്ചാലും ആ ഉമ്മ അവനെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവന്റെ കവിൾത്തടത്തിൽ ചുടുചുംബനം നൽകും. അതാണ് പൊന്നുമ്മ. ആ ഉമ്മയുടെ നെഞ്ചിൽ കിടന്ന് വളർന്ന പൊന്നുമോൻ വിവാഹം കഴിഞ്ഞ് ഇത് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ ഓടി വന്ന് കെട്ടിപ്പിടിച്ച് കരയുന്നത് ഉമ്മയാണ്, ഉമ്മയാണ്. ആ ഉമ്മയാണ് മരിച്ചു കിടക്കുന്നത് നബിതങ്ങളുടെ മുന്നില്. ആ ഉമ്മാന്റെ അരികിലേക്ക് വന്നിട്ട് റസൂലുള്ളാഹി തങ്ങൾ ആ മുഖത്തേക്ക് നോക്കിയിട്ട് പറയുകയാ, റഹിമത്തില്ലാഹു യാ ഉമ്മീ അന്തി ഉമ്മീ ബഅദ ഉമ്മീ. എന്റെ ഉമ്മാക്ക് ശേഷം എന്നിലേക്ക് കടന്നു വന്ന എന്റെ പൊന്നുമ്മ, അല്ലാഹു നിങ്ങൾക്ക് റഹ്മത്ത് ചൊരിയട്ടെ. ശേഷം ആ ഉമ്മ അല്ലാഹുവിന്റെ റസൂലിന്റെ ജീവിതത്തിൽ ചെയ്ത നന്മകൾ മുഴുവനും അവിടെ വിളിച്ചു പറയുകയായി. അതുകൊണ്ട് ഓർത്തോ, നമ്മുടെ ഉമ്മ മരിച്ചു പോയാൽ ഉമ്മാന്റെ മയ്യത്തിന്റെ അരികിൽ വന്ന് ഇരുന്നിട്ട്, അല്ലാഹുവേ എന്റെ ഉമ്മ എനിക്ക് ഇന്ന ഇന്ന നന്മകൾ ചെയ്തു തന്നു, അല്ലാഹ് എന്നെ കൊണ്ട് നടന്നു, എന്നെ നൊന്ത് പ്രസവിച്ചു, എനിക്ക് ഭക്ഷണം വാരി തന്നു, എന്റെ വസ്ത്രം അലക്കി തന്നു, എന്റെ തലചീകി തന്നു, എന്നെ കുളിപ്പിച്ചു ഒരുക്കി എന്റെ പൊന്നുമ്മയാ, അല്ലാ എന്റെ ഉമ്മാക്ക് പൊറുക്കണേ അല്ലാ എന്ന് ഒരു മകൻ ദുആ ചെയ്യുന്നത് പോലെ ഈ പി അബൂബക്കർ ദുആ ചെയ്താൽ ഫലിക്കൂല കേട്ടോ. കാരണം ആ മകന്റെ ദുആയ്ക്ക് ഇജാബത്തുണ്ടെന്ന് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞെങ്കിൽ ഒരു പ്രാസംഗികൻ ദുആ ചെയ്താൽ സ്വീകരിക്കുമെന്ന് ഹദീസിൽ കാണാൻ പറ്റൂല. അതുകൊണ്ടാണ് റസൂലുള്ളാഹി തങ്ങൾ തന്റെ പോറ്റുമ്മയുടെ അരികിൽ വന്നിരുന്ന് കരഞ്ഞുകൊണ്ട് പറഞ്ഞത്, അല്ലാഹുവേ എന്റെ ഉമ്മാക്ക് നീ പൊറുക്കണേ അല്ലാ. റസൂലുള്ളാഹി തങ്ങൾ ആ ഉമ്മ ചെയ്ത അനുഗ്രഹങ്ങൾ മുഴുവനും അവിടെ വെച്ച് വിളിച്ചു പറഞ്ഞു, യാ ഉമ്മി എന്റെ ഉമ്മ, ഞാൻ പട്ടിണി കിടക്കാതെ എന്റെ വയറ് നിറച്ച പൊന്നുമ്മ, എനിക്ക് ഉടുതുണിക്ക് മറുതുണിയില്ലാതിരിക്കുമ്പോ നല്ല വസ്ത്രം നിങ്ങൾക്ക് ലഭിച്ച സമയത്ത് നിങ്ങൾ പോലും ധരിക്കാതെ ഈ മുഹമ്മദിനെ അണിയിച്ച ഉമ്മ, ഉണക്ക റൊട്ടി തിന്ന് ജീവിച്ച നമ്മുടെ ഇടയിലേക്ക് നല്ല റൊട്ടി കഷണങ്ങൾ വന്നപ്പോ ഉമ്മ അത് നിങ്ങൾ പോലും തിന്നാതെ ഈ മുഹമ്മദിനെ തീറ്റിച്ച പൊന്നുമ്മ, തുരീദീന വജ്ഹല്ലാഹി വദാറൽ ആഖിറ, നിങ്ങൾ ചെയ്തത് മുഴുവനും അല്ലാഹുവിന്റെ വജ്ഹിന് വേണ്ടിയായിരുന്നില്ലേ, ആഖിറത്തിന്റെ വിജയത്തിന് വേണ്ടിയായിരുന്നില്ലേ ഉമ്മ. അല്ലാഹുവിന്റെ റസൂൽ നിറ കണ്ണുകളോട് ആ ജനാസയുടെ അരികിലിരുന്ന് കൊണ്ട് കരയുകയാണ്. ശേഷം നബി തങ്ങളുടെ ശരീരത്തിൽ കിടക്കുന്ന കമീസ് അഴിച്ചു മാറ്റിയിട്ട് ആ ഉമ്മയെ കബറടക്കാൻ വേണ്ടി കുഴിച്ച കബറിന്റെ ഉള്ളിലേക്ക് റസൂലുള്ളാഹി ഇറങ്ങി കിടക്കുകയാണ്. വലത്തോട്ട് തിരിയുന്നു, ഇടത്തോട്ട് തിരിയുന്നു. ശേഷം ആ കബറിൽ കിടന്നിട്ട് ദുആ ചെയ്യുന്നു, പടച്ച റബ്ബേ യഗ്ഫിർ ലി ഉമ്മീ ഫാത്തിമത ബിൻത് അസദ് ഇബ്നു ഹിശാം. പേരെടുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്യുകയാണ്, അല്ലാഹ് എന്റെ ഉമ്മാക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാഹ്. എന്റെ ഉമ്മാക്ക് ശേഷം എന്നെ പോറ്റി വളർത്തി എന്റെ പോറ്റുമ്മയാണ് ഈ ഖബറിൽ കിടക്കാൻ പോകുന്നത്. ഞാൻ എന്തിനാണ് ഈ വസ്ത്രം അഴിച്ചു മാറ്റിയിട്ട് ഈ ശരീരം ഈ ഭൂമിയിൽ ഞാൻ ഉരുട്ടിയത് എന്തെന്നറിയാലോ അല്ലാഹ്. എന്റെ മുബാറക്കായ ശരീരം സ്പർശിച്ച മണ്ണ് ആ ഖബർ എന്റെ ഉമ്മയെ ഞെരിക്കാതിരിക്കാനാണ് റബ്ബേ. എന്റെ ഉമ്മാന്റെ ഖബർ എന്നെ വേദനിപ്പിക്കാതിരിക്കാനാണ് റബ്ബേ. ഞാൻ ഈ പ്രവൃത്തി
പ്രവൃത്തി ചെയ്തതെന്ന് ഹബീബായ തങ്ങളെ ഖബറിൽ കിടന്നിട്ട് ദുആ ചെയ്ത് പറഞ്ഞെങ്കിൽ അല്ലാഹുവേ എന്റെ ഉമ്മാക്ക് പൊറുക്കണേ എന്ന് ഖബറിൽ കിടന്നിട്ടാണ് നബി തങ്ങൾ ദുആ ചെയ്തത്. അത്രത്തോളം പ്രസവിച്ചിട്ടില്ല ആ ഉമ്മ, പാല് കൊടുത്തിട്ടില്ല ആ ഉമ്മ. അതിനുശേഷം വളർത്തി വലുതാക്കി കൊണ്ടുവന്ന നന്മയാണ് റസൂലുള്ളാഹി തങ്ങള് ആ ഖബറിൽ കിടന്നിട്ട് പോലും ഒരു ഉമ്മാക്ക് വേണ്ടി ദുആ ചെയ്തതെങ്കിൽ മക്കളെ, ഇരിക്കുന്ന ഉമ്മാന്റെ മഹത്വം ചെറുതല്ല കേട്ടോ. നമ്മുടെ ഉമ്മമാര് മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി നന്മകൾ ചെയ്യണം കേട്ടോ. ചെറിയ കാര്യമല്ല. അതുകൊണ്ട് തന്നെയാണ് ഖുർആൻ നമ്മളോട് പഠിപ്പിച്ചത്, ഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബറ അഹദുഹുമാ ഔ കിലാഹുമാ ഫലാ തഖുൽ ലഹുമാ ഉഫ്ഫിൻ വലാ തൻഹറുഹുമാ വഖുൽ ലഹുമാ ഖൗലൻ കരീമാ. വയോധികയായ ഉമ്മയോ ഉപ്പയോ നിന്റെ അരികിലുള്ളിടത്തോളം കാലം ഓർക്കണേ. ചെറുപ്പക്കാരനായ ഉപ്പയോടോ ചെറുപ്പക്കാരിയായ ഉമ്മയോടോ എന്നല്ല ഖുർആൻ പറഞ്ഞത്. വയസ്സായ നിന്റെ ഉമ്മയോ ഉപ്പയോ നിന്റെ പുറയിലാണ്, നിന്നോടൊപ്പമാണ് കഴിയുന്നതെങ്കിൽ ആ ഉപ്പയോടും ഉമ്മയോടും നീ അനുവർത്തിക്കേണ്ട നിയമമാണ് ഖുർആൻ നമ്മളെ പഠിപ്പിച്ചു തരുന്നത്. ഫലാ തഖുൽ ലഹുമാ ഉഫ്ഫിൻ. എന്ന ഒരു വാക്ക് ഏറ്റവും ചെറിയ ഒരു വാക്കാണ്. എന്തിനാണുമ്മ നിങ്ങൾ അങ്ങനെ ചെയ്തത്? എന്തിനാണുമ്മ നിങ്ങൾ അത് പറഞ്ഞത്? അത് ചെയ്യരുതായിരുന്നു, അത് അരുതാത്തതായിരുന്നു എന്ന് ചെറുതായിട്ട് എന്ന ഒരു വാക്ക് പോലും ആ ഉമ്മാന്റെ മുഖത്ത് നോക്കി പറയല്ലേ. ഇത് പഠിക്ക